ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ ഒറ്റപ്പാലത്ത് കുറച്ച് നാൾ മുന്നേ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു, വള്ളുവനാട് ഫെസ്റ്റ്. ഇവിടെ പാലപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ചനക്കത്തൂർ എന്ന് പറഞ്ഞ കാവുണ്ട്, അതിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു ഫെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലത്ത് പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മമ്മയോട് കുറച്ച് നാൾ മുന്നേ തൊട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇവിടെ ഫെസ്റ്റ് നടപ്പുണ്ട്, നമുക്ക് പോകാമെന്ന്. പക്ഷെ അപ്പോഴൊന്നും ആൾ കൂട്ടാക്കിയില്ല, വരുന്നില്ല, എനിക്ക് നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അമ്മമ്മ എൻ്റെ ഫ്രണ്ടിൽ പോവുകയും ഈ മീനൊക്കെ പോകുന്ന കാണുമ്പോൾ അതിൽ തൊടാനും ഒക്കെ ഭയങ്കര കാര്യമായിരുന്നു ആൾക്ക്. പിന്നെ കാണാനായിട്ട് കുറേ ഇൻട്രസ്റ്റ് തോന്നി അമ്മമ്മയ്ക്ക് തന്നെ. കുഞ്ഞുകുട്ടികൾക്കായാലും വലിയവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേയധികം സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആദ്യം കുറച്ച് ദിവസം മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ കുറേ ആൾക്കാർ കൂടുതൽ വരുന്ന കാരണം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ അവതാറിൻ്റെ കുറേ തീം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഇതുപോലെ സ്റ്റോളുകളാണ്. ഫർണിച്ചറിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു, ബുക്കിൻ്റെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് പോപ്കോൺ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ഈസിക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ അതിൻ്റെ പുറകെ ആയി. എനിക്കവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ഒരു സ്റ്റോൾ എന്ന് പറയുന്നത്. ഇത് എസ്തറ്റിക് ഐറ്റംസിൻ്റെ സ്റ്റോളായിരുന്നു. ഞാൻ മീഷോയിലൊക്കെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കുറേ അധികം സാധനങ്ങൾ ഈ ഷോപ്പിലുണ്ടായിരുന്നു. ഈ ഡയറിയൊക്കെ ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിലും കാർഡിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ കുറേയധികം എസ്തറ്റിക് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. സ്റ്റിക്കേഴ്സ്, പിന്നെ ഡയറീസ്, പിന്നെ പെൻസ്, എറൈസേഴ്സ്, കുറേയധികം സംഭവങ്ങൾ, എസ്തറ്റിക് വൈബിലുള്ള കുറേയധികം സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പണ്ടത്തെ മിഠായികൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റോളുണ്ടായിരുന്നു. ഇത് ഫുൾ എല്ലാം പണ്ടത്തെ മിഠായികളായിരുന്നു. ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന കുറേയധികം മിഠായികളുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ കണ്ടില്ല, അത് എന്താ അറിയോ, നമ്മൾ പീരീഡ്സിന് ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്യില്ലേ, അതുപോലത്തെ ഒരു സംഭവമായിരുന്നു അത്. അതിലും ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ കുഞ്ഞാന്നേ ഉള്ളൂ. ഹോട്ട് വാട്ടർ അതിൽ ഒഴിച്ചിട്ട് നമ്മൾ ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്യുന്ന പോലെ അത് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു അത്. പിന്നെ ബാക്കി ഇപ്പോൾ കണ്ടില്ല, അതുപോലത്തെ സ്റ്റോൾസൊക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഐസ്ക്രീം കണ്ടതും ഈസയ്ക്കും അമ്മമ്മയ്ക്ക് ഐസ്ക്രീം വേണം. രണ്ടാളും ഭയങ്കര ഐസ്ക്രീം ലവേഴ്സാണ്. അപ്പോൾ പിന്നെ രണ്ടാൾക്ക് ഓരോ ഐസ്ക്രീം മേടിച്ചെടുത്തു. അങ്ങനെ അവർ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒരു ഗെയിം കളിച്ചു. സംഭവം 50 രൂപയ്ക്ക് 5 റോയോ എങ്ങാണ്ട് തരും, 5 10 റോ അങ്ങനെ തരും. ഇത് തരും. അത് നമ്മൾ ഇറങ്ങിയിട്ട് ഏതിലാണോ എറിയുന്നത് ആ സാധനം കിട്ടും, അങ്ങനെയാണ്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഒന്നുപോലും വീണിട്ടില്ല. അങ്ങനെ അവിടെ ഞങ്ങൾ പതിയെ എന്ത് ചെയ്തു, പാർക്കിലോട്ട് പോയി. ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന സംഭവമാണ് പാർക്ക്. കുറേയധികം സംഭവങ്ങളുണ്ടായിരുന്നു പാർക്കിൽ. അപ്പോൾ ഇസേനെ കൊണ്ടല്ലേ പോയത്, അപ്പോൾ എന്തായാലും അതിൽ കയറാതെ വരാൻ പറ്റില്ലല്ലോ. ഓരോന്നിനും ഓരോ പൈസയായിരുന്നു. അപ്പോൾ ആദ്യം അവൻ ഇതിലാണ് കയറിയത്. അവൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. ആദ്യമൊക്കെ പേടിയായിരുന്നു അവനിങ്ങനെ ജമ്പ് ചെയ്യാനായിട്ട്. പിന്നെ കുറേ നേരം നിന്ന് അതിൽ കളിച്ചതിന് ശേഷമാണ് അവൻ പിന്നെ ഇച്ചിരി ഇതായി വന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവൻ ഇതിൽ കയറി. ഇതിൽ ഭയങ്കര ഇഷ്ടമുള്ള പാർക്കിൽ പോകുമ്പോൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണിത്. എവിടെ പോയാലും അവൻ ഇതിൽ കയറാറുണ്ട്. അങ്ങനെ ഇതിൽ കുറേ നേരം കളിച്ചിട്ട് ഞങ്ങൾ പതിയെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.